എന്തായാലും ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം 600-700 വരെ 600 മുതൽ 700 ഗ്രാം വരെ ഉണക്കാക്ക കിട്ടും. സാധാരണ എല്ലാവരും പറയുന്ന പോലെ 1 കിലോ കിട്ടും, 2 കിലോ കിട്ടും. 2 കിലോ കിട്ടുന്ന ചെടിയുണ്ട്, 100 ഗ്രാം നമ്മൾ ശരാശരി ടോട്ടലാണ് പറയുന്നത്. ഓ ശരി, ടോട്ടലാണ് പറയുന്നത്. കൂടുതൽ കിട്ടുന്ന ചെടിയും കുറവ് കിട്ടുന്ന ചെടിയുണ്ട്. ടോട്ടലേ പറയാൻ പറ്റുള്ളൂ. ടോട്ടലേ പറയാൻ പറ്റുള്ളൂ. അതാണ് പ്രത്യേകത. 1-2 കിലോ കിട്ടിക്കഴിഞ്ഞാൽ വിളവ് കൂടിയ ഈ ശരാശരി എല്ലാ വർഷം കായ്ക്കും. മീഡിയം ആണെങ്കിൽ നമ്മൾ മുള്ളിന് ഇളക്കി മണ്ണ് ആ ഭൂമിയുടെ ഘടന അനുസരിച്ച് ഇറക്കപ്പുറമാണ് അതേ രീതി തന്നെ നിലനിർത്തിക്കൊണ്ടാണ് കുഴിയെടുക്കുകയില്ല, വെള്ളം കെട്ടി നിൽക്കുകയില്ല. അത് ഈ അഴുകൽ കുറയും, മഴവെള്ളം അതേ രീതിയിൽ തന്നെ ഒഴുകി പോകുന്നു. ഇത് പൊതയിട്ടേക്കുന്നത് കണ്ടോ സാറേ? അതെ 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 അതെ. ഇതിന്റെ റൗണ്ട് ചവർ കൂട്ടിയല്ല. ഓ, ഏലത്തിന്റെ ചുറ്റും ഒന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ പൊത ഇങ്ങനെ മണ്ണിൽ കിടക്കുക. മണ്ണിൽ കിടക്കുക. അപ്പൊ മണ്ണിൽ അത് ലയിച്ച് ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് വേരിലേക്ക് എത്തും. അതെ അതെ അല്ലേ? തണുപ്പുണ്ടെങ്കിൽ വേറുണ്ടാവും. തീർച്ചയായിട്ടും. അത്തരത്തിലുള്ള വ്യത്യസ്തമായൊരു പരിപാലനം മുറയാണ് ശ്രീ ഷാജി പടിഞ്ഞാശ്ശേരിയിൽ അവലംബിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആന്റണി മുനിയറ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇടുക്കി ജില്ലയിലെ മുനിയറ ഗ്രാമത്തിലാണ്. എല്ലാത്തരം കൃഷികളും, പ്രത്യേകിച്ച് ഏലം കൃഷിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു മാതൃകാ കർഷകനാണ് ശ്രീ ഷാജി പടിഞ്ഞാശ്ശേരിയിൽ. ഷാജിയുടെ കൃഷിയുടെ കാഴ്ചകൾ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിപാലന രീതികൾ, ഇതൊക്കെയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത്. ഷാജി നമസ്കാരം. എത്ര വർഷമായി ഏലം കൃഷിയൊക്കെ തുടങ്ങി? 6 വർഷമായി. പിന്നെ കുടുംബത്തിന് ഒരു 10-20-30 വർഷക്കാലമായിട്ട് ഏലം കൃഷിയുണ്ട്. ഞാൻ തുടങ്ങിയിട്ട് 6 വർഷമായുള്ളൂ. അപ്പോൾ പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. ഏലം കൃഷിയെല്ലാം നേരത്തോട്ട് തന്നെ അറിയാം അല്ലേ? പൊതുവെ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ 6 വർഷമായിട്ട് ഏലം കൃഷി ചെയ്യുന്നത് ഏതല്ല ഇനം ഏലമാണ് ഈ കൃഷിയിടത്തുള്ള? ഇതിൻ്റെ ഒരു പരിപാലനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ 6 വർഷക്കാലത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഓരോ വർഷം മുന്നോട്ട് കേടുകൾ കൂടുകയാണ്. പിന്നെ വളപ്രയോഗം, ഇല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി ഒക്കെ വളം ചെയ്യും. പിന്നെ 25 ദിവസം കൊണ്ട് മരുന്ന് സ്പ്രേ ചെയ്യും. തണ്ടുവരപ്പന ഫംഗസ് അടിക്കും. ഫംഗസൈഡ് വർഷത്തിൽ 3 പ്രാവശ്യം അടിക്കും. ഫംഗിസൈഡ് വർഷത്തിൽ 3 തവണ അടിക്കും. പിന്നെ കീടനാശിനി പ്രയോഗം മാസത്തിൽ 25 ദിവസം കൂടുമ്പോൾ ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചെടികളൊക്കെ നമുക്ക് എത്ര വർഷമായ ചെടികളാണ്? 4 വർഷമായി. ഇപ്പം എത്ര വിളവെടുപ്പ് ഇതിനകത്ത് കഴിഞ്ഞു? മൂന്നാമത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. വളം എങ്ങനെയാ, എന്തൊക്കെ വളമാണ് പ്രയോഗിക്കുന്നത്? ഈ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, പൊടി, പിന്നെ പൊട്ടാഷ് ഇതൊക്കെ ഇടും. വളപ്രയോഗം എങ്ങനെയാണ്? വർഷത്തിൽ എത്ര തവണ? വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് തന്നെ ചെയ്യല, മൊത്തം സ്ഥലങ്ങളിൽ ചെയ്യുക. ഓ ശരി. ചെടിക്ക് മാത്രമായിട്ടല്ല, ചെടിക്ക് മാത്രമല്ല, കൃഷിയിടത്തിൽ മൊത്തമാണ്. കൃഷിയിടത്തിൽ മൊത്തം, ചെടിയുടെ ഉള്ളില് ഒന്നും ചെയ്യല. ഓ ശരി. അങ്ങനെ ചെയ്താൽ എന്താ പ്രശ്നമുള്ളത്? അല്ല, ഈ ഉള്ളിൽ അഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓ ശരി ശരി. അപ്പൊ വേര് പടർന്ന ഭാഗങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അതായത് ചോട്ടിൽ നമ്മൾ വളപ്രയോഗം അങ്ങനെ ചെയ്യാറില്ല. ഓ ശരി. ചുരുക്കി പറഞ്ഞാൽ എത്ര വളപ്രയോഗം കൊടുക്കാറുണ്ട്? 5 പ്രാവശ്യം വളപ്രയോഗം കൊടുക്കും. ഈ ചോട് കിളച്ചു കൊടുക്കുന്ന രീതിയുണ്ടോ? മണ്ണിടിയല, പിന്നെ മുള്ളിട്ട് മണ്ണ് മറിക്കുകയല്ല, മുള്ളിട്ട് തെക്കി ചെറുതായിട്ട് പൊടിച്ചു വെക്കുകയുള്ളൂ. ഓ ശരി ശരി. മഴ വെള്ളം ഈർപ്പം നിൽക്കുകയും ചെയ്യും. ഓ അത് ശരി. പിന്നെ ചൂട്ടി ചവറ് കൂട്ടിയില്ല, ഫുള്ളായിട്ട് ചവറ് നിരത്തുകയുള്ളൂ. അതെ അല്ലേ? ചവറ് കൂട്ടിയിടില്ല? ഇല്ലില്ല, ഫുള്ളായിട്ടുള്ള ചവറ് മുഴുവൻ വെള്ളം കൊണ്ട് കറക്റ്റായിട്ട് എല്ലാം വേലിന് വരുമ്പോഴത്തേനും, ഇപ്പം ജനുവരി ആകുമ്പോഴത്തേനും ഫുള്ളായിട്ട് ചവറുകളിൽ നിരത്തിയിടും. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് എന്താ ചെയ്യാറ്? മഴക്കാലത്ത് പ്രത്യേകിച്ച് പരിപാലനം എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അല്ല, മഴക്കാലത്ത് ഇതിങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് ഏകദേശം ഇപ്പോൾ ഡിസംബർ മാസം ഇവിടെ ചെയ്തോ? ഇത് മുള്ളിട്ട്. ഓ, അതായത് മുള്ളിട്ടിട്ട് ഇത് മറിക്കുന്നില്ല അല്ലേ? ഇത് മറിക്കുന്നില്ല, ഇത് പൊട്ടിച്ച് വെക്കുന്നു മാത്രമേ ഉള്ളൂ. ഓ, മുള്ളിട്ട്, അതായത് വെള്ളം താഴേക്ക് ഇറങ്ങാനുള്ള രീതി, ഈർപ്പം നിലനിൽക്കുകയും ചെയ്യുന്നേരം. ശരി. അപ്പോൾ അതാണ്, അത്തരത്തിലൊരു രീതിയാണ് അവലംബിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ്ട് സ്ഥിരം കായ്കൾ എല്ലായ്പ്പോഴും ഉണ്ട് അല്ലേ? അതെ അതെ.
ഈ വർഷം പൊതുവെ കാ കുറവായിരുന്നു. ആ ഇപ്പം ഇത് മുള്ളിട്ടിട്ട് എത്ര നാളായി? ഇതിപ്പം മുള്ളിട്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഈ പലരും മണ്ണിടുന്നതിൻ്റെ ഒരു ആവശ്യകത പറയാറുണ്ട്. എന്താ താങ്കളുടെ ഒരു അഭിപ്രായം? അത് ഞാൻ മണ്ണിടുന്ന അതിനോട് ഞാൻ ചോദിക്കുന്നില്ല. എന്താ അത്? ഈ സാധാരണ മണ്ണ് ലെവലിൽ നിന്ന് ഉയരം കൂടുമല്ലോ മണ്ണ് ഓരോ വർഷം ഇടുമ്പോൾ ചെടി ഓട്ടോമാറ്റിക്കായിട്ട് ഉയർന്ന് പൊങ്ങി പോകും. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെടി ഒരേ ലെവലിൽ നിൽക്കുള്ളൂ. ഒരേ ലെവലിൽ നിൽക്കും. അപ്പോൾ ചെടികൾ ഒരേ ലെവലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിടാതെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഒരു പരിപാലന രീതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ കൃഷിയിടത്തിൽ മൊത്തം നമ്മൾ ഈ മുള്ളിട്ട് നിർത്തിക്കുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഏലത്തെ സംബന്ധിച്ചിടത്തോളം റീപ്ലാന്റ് ചെയ്യുന്ന ഒരു ആവശ്യകതയൊക്കെ എത്ര വർഷം കഴിയുമ്പോഴാണ് ഷാജി? അതൊരു 8 വർഷം കഴിയുമ്പോൾ ചെയ്യുന്നതല്ല. അത് 8 വർഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബോൾട്ട് കായ, നല്ല കട്ടിയുള്ള ചെമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ താങ്കളുടെ കൃഷി ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. എത്രാം വർഷം തൊട്ട് വിളവെടുപ്പ് കിട്ടി? എനിക്ക് 1 വർഷം 12 മാസം കഴിയുമ്പോൾ വിളവെടുപ്പ് കിട്ടി. ഇത് പാറയുടെ ഇടയ്ക്കാണല്ലേ? പാറയുടെ ഇടയ്ക്കാണെങ്കിൽ പോലും സാമാന്യം നന്നായിട്ട് തന്നെ ആ ചെടി നിൽക്കുന്നുണ്ട്. ഈ പാറയൊന്നും മറിച്ച് കളയേണ്ട കാര്യമില്ല. ഇല്ല. അല്ല, പാറപ്പുറത്ത് നമുക്ക് ചെറിയൊരു ഈർപ്പം കിട്ടിയാൽ മതി. ഇനി ഏലത്തിന് 3 വർഷം വരെ വേര് ഉള്ളിലോട്ടുള്ളൂ, പിന്നെ എല്ലാം വേര് മുകളിലോട്ടാണ് വരുന്നത്. അത് ഈ പ്രായം കൂടുതൽ ഉണക്ക് കൂടുതൽ വരുന്നത്. ഒരു 3 വർഷം വരെ ഏലത്തിന് ഉണക്ക് കിട്ടിയല്ല. അതാണ്. അപ്പോൾ പ്രായം കൂടുന്തോറും നമുക്ക് വേനലിനെ പ്രതിരോധിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണമെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? അപ്പോൾ ചരുവൊക്കെ ഇങ്ങനെ മുകളിലേക്ക് അടിച്ച് പൊങ്ങുന്നുണ്ട് അല്ലേ? സാധാരണ നമ്മളെല്ലാ ആൾക്കാരും 2 അടി സ്ക്വയർ കുഴി കുത്തി ചാണകം ഇതങ്ങ് എല്ലാം ഇട്ട് കൂടി ഞാൻ കുഴി മുള്ളിനിളക്കി ഒരു 2 അടി സ്ക്വയറിന് മുള്ളിനിളക്കി മണ്ണ് ഏത് രീതിയിലാണ് നിൽക്കുന്നത്, ഇറക്കമാണെങ്കിൽ ഇറക്കത്തിൻ്റെ രീതിയിൽ തന്നെ മണ്ണിട്ടുണ്ട്. ഇത് കണ്ട് ഈ ചെടിയെല്ലാം നിൽക്കുന്നത് കണ്ടോ, മണ്ണിന് മുകളിലാണ് ചെടി നിൽക്കുന്നത്. ഒരു ഒറ്റ ചെടി പോലും കുഴിയിലില്ല. ഓ ശരി. അന്നേരം ഇതിന് നമുക്ക് അഴുകയിൽ മാറ്റമുണ്ട്. അതായത് വെള്ളം ഇത് തീർപ്പം നിൽക്കുന്നില്ല. അപ്പോൾ മണ്ണിന്റെ സ്വാഭാവികമായ രീതി എങ്ങനെയാണോ ആ തലത്തിൽ തന്നെ കുഴിയെടുക്കുന്നില്ല. മുള്ളിനിടക്കി ഒരു തട്ട വെക്കുന്നു. ഓ ശരി. അപ്പോൾ അങ്ങനെ വെക്കുന്നുള്ള ഗുണം പറയുന്നത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയില്ല, വെള്ളം വരുന്ന അതേപാടെ ഒഴുകി പോകുന്നു. മണ്ണെങ്ങനെയാണോ ആ മണ്ണിന്റെ രീതിയിൽ തന്നെ കയറ്റിറക്കമുള്ള മണ്ണ്. അതെ. സാറ് ഈ ചെടിയെല്ലാം ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാം മണ്ണിന്റെ മുകളിൽ ചെടി നിൽക്കുന്നത്. തീർച്ചയായിട്ടും. ഇത് 3-ാം വർഷം ചെടിയത്. 3-ാം വർഷം ചെടിയാണ്. നല്ല രീതിയിൽ ആദായമുണ്ട്. ഇപ്പോൾ വിളവെടുപ്പാണെങ്കിൽ ഈ സീസണിൽ എത്ര കഴിഞ്ഞു? 3 വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ വിളവെടുത്തിട്ട് എത്ര ദിവസമായി? ഇതിപ്പോൾ അടുത്തത് ഇനി എടുക്കാറായി. ഒരു 70 ദിവസം 60-70 ദിവസം കൂടുമ്പോൾ എടുക്കുന്നത്. ഇത് കറക്റ്റായിട്ട് എല്ലാം ലൈനായിട്ടാണ് വെച്ചേക്കും ചെടികൾ കംപ്ലീറ്റ്. അതെ, തീർച്ചയായിട്ടും. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാപ്പ് അങ്ങേ അറ്റം വരെ കാണാം. മരുന്നടിക്കാൻ മരുന്നടിക്കാനുള്ള ചെറിയ ഓസം ഉണ്ടല്ലേ? ചെറിയ ഓസം ഉണ്ട്. അപ്പോൾ അതിന്റെ കണക്ടർ ഇടയ്ക്കെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനം കൂടിയുണ്ട്. ജലസേചന സംവിധാനമുണ്ട് അല്ലേ? ഏലം കൃഷി രംഗത്ത് വ്യത്യസ്തമായ പരിപാലന രീതികൾ അവലംബിക്കുന്ന ഒരു കർഷകനാണ് ശ്രീ ഷാജി പടിഞ്ഞാശ്ശേരിയിൽ. അദ്ദേഹത്തിൻ്റെ കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം, ആന്റണി മുനിയറ.